ഹലോ, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്താലോ. അപ്പം നമുക്ക് നമ്മളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റിന് ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്, അതൊരു മൂന്നായിട്ട് മടക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ ചെയ്യണേ. എന്നിട്ട് ഇതൊരു സ്ട്രെയിറ്റ് ലൈനിന് വരച്ചാലും മതി. ഏകദേശം ഒരു 3 ഇഞ്ചൊക്കെ ഉണ്ടായിക്കോട്ടെ ഒരു ലൈന്. അത്യാവശ്യം വലുപ്പം വേണ്ടത് നമ്മളുടെ ഈ ഒരു സ്കാലപ്പിന്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ കർവ് ചെയ്തിട്ട് വരച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. എന്നിട്ട് നേരെ നമുക്ക് ക്യാൻവാസ് എടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ തന്നെ കറക്റ്റ് ഒന്ന് വരച്ചെടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കത് നമ്മളുടെ ക്ലോത്തിലേക്കൊന്ന് ജസ്റ്റ് അയൺ ചെയ്തെടുക്കാം കേട്ടോ. ഈ ക്ലോത്ത് ഞാൻ എടുത്തിട്ടുള്ളത് ക്രേപ്പാട്ടോ മെറ്റീരിയൽ എടുത്തിട്ടുള്ള. എന്നിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഒരു 1/2 ഇഞ്ച് എടുത്തിട്ടുള്ള. ഇനി നമുക്ക് നമ്മളുടെ ക്ലോത്ത് ഇതാ ഈ ഒരു സിൽക്കിൻ്റെ ഈ ഒരു ടിഷ്യൂ ടൈപ്പ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 2 വയസ്സുള്ളൊരു കുട്ടിക്കുള്ളതാട്ടോ, അതിന് വേണ്ടിയിട്ടായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ 11 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്ലോത്ത് നമ്മൾ 1 മീറ്റർ ആയിട്ടോ എടുത്തിട്ടുള്ളത്. ആ ഒരു 1 മീറ്റർ ക്ലോത്തിന് നമുക്ക് മടക്കി ഇട്ടിട്ട് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം നല്ലോണം ക്ലോത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്യാൻ ഇന്നെ അയക്കേണ്ടതില്ല. അതിന് മുന്നേ തന്നെ ഒരാൾ അവിടെ ഹാജരായിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ മാറ്റി ഇരുത്താൻ കുറച്ച് ടൈം എടുത്തു. അതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് വരുന്നത്. നമ്മളുടെ ആ ടിഷ്യൂ ക്ലോത്തില്ല അത് താഴെ വെച്ചതിന് ശേഷം നമ്മൾ അതിന് മേലെ നമ്മളുടെ ഈ ഒരു സ്കാലപ്പ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ ക്ലോത്തില്ലേ അതും കൂടെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആ സ്കാലപ്പിലൂടെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണത്. ഇങ്ങനെ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആകെ ഒന്നേ പറയാനുള്ളൂ, പേഷ്യൻസ്. നിങ്ങൾക്ക് നല്ലോണം പേഷ്യൻസ് വേണം. കാരണം ഇത് നല്ല സാവധാനം ടൈം എടുത്ത് പതുക്കെ ചെയ്താൽ തന്നെയാണ് നമുക്ക് ആ കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സാവധാനത്തിൽ പതുക്കെ തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മളുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. നമ്മളുടെ തയ്യൽ തുമ്പിക്കൊന്നും എത്താൻ പാടില്ല, അതിൻ്റെ മേലെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇതിന് ശേഷം നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് അത് മടക്കി വരുമ്പോൾ മറിച്ചിടുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു സ്കാലപ്പിൻ്റെ ആ ഒരു കോണ് പോലത്തെ ഭാഗമൊക്കെ ഷേപ്പിൽ കിടക്കത്തുള്ളൂ. അപ്പോൾ അത് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കത് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം. അപ്പോൾ അതിന് തന്നെ ഫുള്ളായിട്ടൊന്ന് തിരിച്ചിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് കറക്റ്റ് വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നീക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സിംഗിൾ സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കുക കേട്ടോ. എൻ്റെ സ്റ്റിച്ചിങ് കുറേ ടൈം എടുത്തിട്ടാണ് ചെയ്യാറ്. വേറൊന്നും കൊണ്ടല്ല, ഇവനും കൂടെ ഉള്ളതുകൊണ്ട് ഇവൻ്റെ കാര്യങ്ങളും കൂടെ എനിക്ക് നോക്കേണ്ടി വരും. അപ്പോൾ പിന്നെ പതുക്കെ ടൈം എടുത്തിട്ടാട്ടോ ഓരോന്ന് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മളുടെ ചെക്കിൻ്റെ പീസില്ല, അത് ഞാനൊരു 8 ഇഞ്ച് വീതിയിലാട്ടോ എടുത്തിട്ടുള്ള, വീതിയല്ല ലെങ്ത്ത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചുരുക്കിയിട്ടെടുക്കുക. ഇത് ഒരു ഏകദേശം ഒരു 2 മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുമൊന്ന് നമുക്ക് 4 പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ആ ക്രേപ്പ് മെറ്റീരിയൽ നമ്മൾ കുറച്ച് ക്ലോത്ത് വിട്ടിട്ടല്ലേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതൊന്ന് മടക്കി അടിച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മളുടെ ആ ഒരു ചെക്കിൻ്റെ ക്ലോത്തില്ലേ അതവിടെ വെച്ചിട്ട് ഫിക്സ് ചെയ്യാം. ഞാൻ ചുരുക്കിയിട്ടതിന് ശേഷം ഒന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഓവർലോക്കിംഗ് മെഷീൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചാൽ മതി. കാരണം ആ നൂല് ഇങ്ങനെ പോരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതും കൂടെ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ താഴെയും കൂടെ ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ നമ്മളുടെ ഒരു ഭാഗം കംപ്ലീറ്റ് ആവും. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ഭാഗം കൂടെ കംപ്ലീറ്റ് ആക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പ്ലീറ്റ്സൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് അയൺ ചെയ്ത് കൊടുത്തോളൂ. നമ്മൾ ഇതുപോലത്തെ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും അയൺ ചെയ്യണത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ പ്ലീറ്റ്സൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ അയൺ ചെയ്ത് കൊടുക്കും കേട്ടോ. ബെൽറ്റിനുള്ള പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 12 ഇഞ്ചാണ്. പിന്നെ വീതി ഇത് 2ആയിട്ട് മടക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വീതി ഞാൻ എടുത്തിട്ടുള്ളത് 3 ഇഞ്ചാട്ടോ. അപ്പോൾ ടോട്ടൽ വീതി വരുമ്പോൾ 6 ഇഞ്ച് വരും. ലൈനിങ് കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴത്തേക്ക് ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 11 ഇഞ്ചാട്ടോ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് മാത്രം നമ്മൾ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് 2 ഇഞ്ചാട്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് അയൺ ചെയ്തിട്ടെടുക്കാം. ലൈനിങ് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നതാണ്.
അപ്പോൾ ക്യാൻവാസ് ഇതാ ഇതുപോലെ വെച്ചതിന് ശേഷം ഇവിടെ ഇപ്പുറ ഭാഗത്ത് ഞെറിവ് ഇട്ട് കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളുടെ ഈ ഒരു മെയിൻ പീസില്ലേ അത് നമുക്ക് ഇവിടെ ഞൊറിവ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്ലേറ്റ്സ് ഇടൽ കഴിഞ്ഞിട്ടുണ്ട്. നല്ല മാക്സിമം ഞാൻ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് അയൺ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അങ്ങനെ അയണിങ് കൂടെ കഴിഞ്ഞപ്പോൾ ഇതാ കണ്ടില്ല, ഇതാണ് നമ്മളുടെ ഒരു പോർഷൻ വരുന്നത് കേട്ടോ. ഇതുവരെ എത്തിയപ്പോൾ തന്നെ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ഔട്ട്ഫിറ്റ് എന്തായാലും നല്ല ഭംഗി ഉണ്ടാവും എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് പോർഷനത്തെ ബെൽറ്റാണ്. അങ്ങനെ അതുകൂടെ കഴിഞ്ഞ് നമുക്ക് ബാക്ക് പോർഷനും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളുടെ ബാക്ക് പോർഷൻ ഇതാട്ടോ വരണത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇലാസ്റ്റിക് ഞാൻ എടുത്തിട്ട് ഏകദേശം 8 ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നമ്മളുടെ ബാക്ക് പോർഷനിലേക്ക് ഒരു പിന്ന് യൂസ് ചെയ്തിട്ട് ഉള്ളിലോട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇലാസ്റ്റിക് വലിച്ച് പുറത്തേക്ക് എടുത്തതിന് ശേഷം അവിടെയും ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്റർ കൂടെ ഒരു വലിച്ച് പിടിച്ചിട്ട് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് പ്രോസസ്സാണ്. നമ്മൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഈ ഒരു സ്കേർട്ടിൻ്റെ എല്ലാ പരിപാടികളും കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു സ്റ്റിച്ചിങ്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ബാക്കിൽ നമുക്ക് ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഇതാ ഇതുപോലെ ബെൽറ്റായിട്ടാണ് വരുന്നത്. ഒന്നും കൂടെ അയൺ ചെയ്തിട്ട് നമുക്കൊന്ന് കാണാം കേട്ടോ. നമ്മളുടെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിന് നമ്മൾ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഈ ഒരു സ്കേർട്ടിൻ്റെ മാത്രമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ടോപ്പിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. നമുക്ക് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓണക്കല്ലേ എന്തായാലും. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.